തളിപ്പറമ്പ് സൗത്ത് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം 2025 നവംബർ 4, 5, 6, 7 തീയതികളിൽ മയിൽ IMNS GHSSൽ നടക്കും. ശ്രീരാഗം, നീലാംബരി, ഹംസധ്വനി, ഹിന്ദോളം, മോഹനം, കല്യാണി, ശങ്കരാഭരണം, ആബേരി, ആനന്ദഭൈരവി എന്നിവയും 10 ക്ലാസുകളുമാണ് സ്റ്റേജുകളായി ഉള്ളത്. നമസ്കാരം. 2025-26 അധ്യയന വർഷത്തെ തളിപ്പറമ്പ് സൗത്ത് സബ് ജില്ലാ കലോത്സവത്തിന് വേദിയാവാൻ മയിൽ ഹയർ സെക്കൻഡറി സ്കൂള് തയ്യാറെടുത്തിരിക്കുകയാണ്. വളരെ ഒരുക്കങ്ങളോടുകൂടി തയ്യാറെടുപ്പോടു കൂടിയിട്ടുള്ള ഈ കലോത്സവം ഏറ്റവും വിജയകരമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ അധ്യാപകരും കുട്ടികളും നാട്ടുകാരും PTA പ്രതിനിധികളും ലോക്കൽ ഭരണ സംവിധാനങ്ങളുമെല്ലാം വളരെ അകമഴിഞ്ഞ സഹായമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ കലോത്സവത്തിൻ്റെ വിശദമായ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഇപ്പോൾ ഈ വിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പാൾ മനോജ് മാസ്റ്ററുണ്ട്, ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ വിനോദ് മാസ്റ്ററുണ്ട്. കൂടുതൽ കാര്യങ്ങൾ മനോജ് മാസ്റ്റർ, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ, സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, തളിപ്പറമ്പ് സൗത്ത് സബ് ജില്ലാ കലോത്സവം മയിൽ ഇടൂഴി മാധവൻ നമ്പൂതിരി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നവംബർ 4 മുതൽ 7 വരെ തീയതികളിൽ നടക്കുകയാണ്. കലോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നവംബർ 4 ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനിയായ അഡ്വക്കേറ്റ് KK രത്നകുമാരി നിർവഹിക്കുകയാണ്. പ്രശസ്ത മലയാള സിനിമാ താരം സന്തോഷ് കീഴാറ്റൂർ തദവസരത്തിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്നു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വിദ്യാഭ്യാസ അധികൃതരും ആ അവസരത്തിൽ നമ്മുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കുചേരുകയാണ്. രചനാ മത്സരങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ 16 വേദികളിലായാണ് നവംബർ 4 മത്സരങ്ങൾ അരങ്ങേറുക. തുടർന്നുള്ള ദിവസങ്ങളിൽ 10 വേദികളിലായാണ് മത്സരങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളത്. കർണാടിക് സംഗീതത്തിലെ അനുപമമായ സൗന്ദര്യമുള്ള രാഗങ്ങളുടെ പേരുകളാണ് നമ്മൾ ഈ വർഷം സ്റ്റേജുകൾക്ക് നൽകിയിട്ടുള്ളത്. ശ്രീരാഗം, നീലാംബരി, ഹംസധ്വനി, ഹിന്ദോളം, മോഹനം, കല്യാണി, ശങ്കരാഭരണം, ആബേരി,
ആനന്ദഭൈരവി എന്നീ പേരുകൾ വിവിധ വേദികൾക്ക് നൽകിയിട്ടുണ്ട്. രാവിലെ 9 മണി മുതൽ മത്സര ഇനങ്ങൾ ആരംഭിക്കും. സമയകൃത്യത പാലിക്കുവാൻ മത്സരാർത്ഥികളും അധ്യാപകരും ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പൂർണ്ണമായും ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചുകൊണ്ടായിരിക്കും കലോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. കുടിവെള്ളം അണുവിമുക്തമാക്കിയിട്ടുണ്ട്. ആരോഗ്യ വകുപ്പിൻ്റെ സേവനം എല്ലാ ദിവസവും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കലോത്സവ വേദിയിലും പരിസരത്തുമുള്ള അച്ചടക്കം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മയിൽ പോലീസിൻ്റെ കൂടെ നമ്മുടെ സ്കൂളിലെ വിവിധ സന്നദ്ധ സംഘടനകളായ NSS, NCC, SPC, ലിറ്റിൽ കൈറ്റ്സ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, അതുപോലെ തന്നെ JRC, ഹരിത സേന എന്നിവരുടെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. ഗ്രൂപ്പ് ഇനങ്ങൾക്ക് നൽകുന്ന ട്രോഫിയോടൊപ്പം തന്നെ വിവിധ വ്യക്തിഗത മത്സര ഇനങ്ങൾക്കും ട്രോഫി ഈ വർഷം തയ്യാറാക്കിയിട്ടുണ്ട്. 63 സ്കൂളിൽ നിന്നായി 4000-ലേറെ വിദ്യാർത്ഥികൾ മത്സരാർത്ഥികളായി വിവിധ വിഭാഗങ്ങളിൽ മത്സരിക്കുകയാണ്. കലോത്സവത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ചെയർമാൻമാരായുള്ള വിവിധ സബ് കമ്മിറ്റികളെ വളരെ ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രദേശത്തിൻ്റെ ഉത്സവമായി നമ്മുടെ കലോത്സവത്തെ മാറ്റിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാലയവും പൊതുസമൂഹവും. സബ് ജില്ലാ കലോത്സവത്തിൻ്റെ സമ്പൂർണ്ണമായ വിജയത്തിന് ആവശ്യമായ എല്ലാ പിന്തുണയും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് സംഘടനാ സമിതിക്ക് വേണ്ടി എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നവംബർ 3 കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നമ്മുടെ സ്കൂളിലെ 1.5 കോടി രൂപയുടെ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. പിറ്റേ ദിവസമാണ് സ്കൂളിൽ കലോത്സവം അരങ്ങേറുന്നത്. ഉത്സവാന്തരീക്ഷം തന്നെയാണ് അടുത്ത ആഴ്ച സ്കൂളിൽ കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും ലഭ്യമാവുക. നവംബർ 7 നടക്കുന്ന സമാപന പരിപാടിയിൽ കണ്ണൂർ ജില്ലാ DDE ബഹുമാനപ്പെട്ട D. ഷൈനി പങ്കെടുക്കുകയും മത്സരത്തിൽ വിജയിച്ചവർക്ക് സമ്മാനദാനം നിർവഹിക്കുകയും ചെയ്യുന്നതാണ്. കലോത്സവത്തിൻ്റെ സമ്പൂർണ്ണമായ വിജയത്തിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്.